എന്ത് പണിയാ പ്രകാശം കാണിച്ചേ? അഞ്ജുവിന്റെ അടുത്ത് ആ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തേ. ചേച്ചി ഞാൻ പറഞ്ഞതല്ല, അവൾ ഒളിഞ്ഞെന്ന് കേട്ടതാ. ചുമ്മാ പറയല്ലേ ചേച്ചി. അവൻ പറഞ്ഞ നേരായിരിക്കും. അവക്ക് എപ്പോഴും ഉള്ളതാ ഈ ഒളിഞ്ഞു കേൾക്കുന്ന സ്വഭാവം. എന്നെ ഇവനെ തെറ്റിക്കാൻ വേണ്ടി അവള് മനഃപൂർവ്വം പറഞ്ഞതേ ആവുള്ളൂ. ഇവളിതിപ്പോ ആരോടൊക്കെ പറയും ചേച്ചി? എനിക്കറിയാൻ പാടില്ല അവണി. എന്താ ഇത്ര സംശയം? പക്ഷെ ഞാൻ ഒറ്റയടിക്ക് പറയില്ല. ഇത് ഞാൻ ആരോടും പറയാതിരിക്കണമെങ്കിൽ എനിക്ക് കുറച്ച് ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്. എന്ത് ഡിമാൻഡ്സാ? പ്രശ്നം ഇവരുടെ അല്ലേ, അപ്പൊ ഇവര് സംസാരിക്കട്ടെ. എന്താ നിന്റെ ഡിമാൻഡ്സ്? നീ എന്നാ അഞ്ചു പറ, എന്താ ഡിമാൻഡ്സ്? അങ്ങനെ വഴിക്ക് വാ. നിങ്ങളിനി പ്രകാശേട്ടനുമായിട്ട് സംസാരിക്കാൻ പാടില്ല. എന്താടി പറയണേ? ഞാൻ പറഞ്ഞത് ഇവരോടാ, നിങ്ങളോടല്ല. അപ്പൊ അവന് കേട്ടല്ലോ, ഇനി ഇങ്ങേരോട് സംസാരിക്കാൻ പാടില്ല. അതുപോലെ ഇങ്ങേരും ഏട്ടത്തി ഏട്ടത്തി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ നടക്കാനും പാടില്ല. ശരി. നിനക്കിത് എന്തിന്റെ കുഴപ്പമാ? അവള് പറയുന്നൊക്കെ അനുസരിക്കാൻ നിൽക്കുവാണോ നീ? ഞാൻ പറയുന്നത് ആവണി അനുസരിക്കും. ആവണിയുടെ മുഖത്തെ പേടി അത് പറയുന്നുണ്ടല്ലോ. ശരി, നീ പറയുന്ന പോലെ. അതാണ് മിടുക്കി. ബാക്കി ഞാൻ പിന്നെ ഓരോന്നായി പറഞ്ഞു തന്നോളാം. പക്ഷെ അതുപോലെ കേൾക്കണം, കേട്ടോ ഏട്ടത്തി? ഓ, സുധ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ വീട്ടിലൊന്നും കണ്ടില്ല. അതിനവിടെ അല്ലല്ലോ, ഇവിടെ അല്ലേ പൊറുതി. വക്കീലേ, ഈ സുധ ചേച്ചിക്ക് വക്കീലിനെ തീരെ ബഹുമാനം ഇല്ലല്ലേ? അങ്ങനൊന്നുമില്ല. ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. ഈ പാചകമൊക്കെ ചെയ്യുന്നത് വക്കീലാണല്ലേ? ആര് പറഞ്ഞു? അടുക്കള ചിലർ സഹായമൊക്കെ ചെയ്യാറുണ്ട് സുധയ്ക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ലല്ലോ. ഞാനൊക്കെ അറിഞ്ഞു വക്കീലേ, സത്യല്ലേ? സുധ ചേച്ചി, വക്കീലിന് ചേച്ചിയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം കാണില്ലേ? എനിക്കറിയില്ല. ഇതൊക്കെ അറിയണ്ടേ വക്കീലേ? വക്കീലിന് എന്താ കഴിക്കാൻ ഇഷ്ടം? എനിക്ക് ചപ്പാത്തിയാണ് ഇഷ്ടം. സുധ ചേച്ചി, വക്കീലിൽ നിന്ന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണേ. നീയാണോ തീരുമാനിക്കുന്നത്? ഏട്ടത്തി ഒന്ന് പറയട്ടത്തി, പാവം വക്കീൽ. കണ്ട ഏട്ടത്തി റിക്വസ്റ്റ് ചെയ്യുന്ന കണ്ട? അപ്പ ഇന്ന് വക്കീലിന് ചപ്പാത്തിയും കറിയും. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ, എങ്ങനെയുണ്ടെന്ന്. അല്ല സുധേ, ഇവിടെ എന്താ സംഭവിച്ചേ? ഉന്ത മാറണം. അഞ്ജുനെന്തോ തൊറുപ്പ് ചീട്ട് കിട്ടിയിട്ടുണ്ട് വക്കീലെ. പിന്നല്ലേ, ഉറപ്പാത്. ഇല്ലെങ്കിൽ സുധയുടെ പത്തിങ്ങനെ താഴുള്ളൂ. എന്നാ വാ വക്കീലെ, സംഭവം എന്നാ നമുക്കൊന്ന് അറിയണമല്ലോ.